ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1928. ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതി. ഈ ആണ്ടിലെ 101-ാമത്തെ ദിനത്തിലെത്തി. വലിയ നോമ്പിൽ ഇന്ന് 40-ാം വെള്ളിയാണ്. നോമ്പ് ആരംഭിച്ചിട്ട് 40 ദിനമാകും. ഒരർത്ഥത്തിൽ വലിയ നോമ്പിന്റെ സമാപനമാണ്. ഇനി 10 ദിനങ്ങൾ നമ്മുടെ കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത്, പീഡാനുഭവം, കുരിശുമരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അങ്ങനെ രക്ഷാകര സംഭവങ്ങളെ ധ്യാനിപ്പാനും ആ അനുഭവത്തിൽ ജീവിക്കുവാനും ഒരുങ്ങുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഇനി. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ചു. ആ ദിവസങ്ങളിൽ പരീക്ഷകളെ അഭിമുഖീകരിച്ചു. 3 സുവിശേഷങ്ങളും ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഉപവാസത്തിന് ശേഷമാണ് പരീക്ഷകൾ നേരിട്ടതെന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹായും ആ ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ പരീക്ഷകളെ നേരിടേണ്ടി വന്നു എന്ന് വിശുദ്ധനായ ലൂക്കോസും എഴുതുന്നുണ്ട്. 3 വിധത്തിലുള്ള പരീക്ഷകൾ, അവയുടെ മേലുള്ള കർത്താവിന്റെ വിജയവും ഒന്ന് ധ്യാനിക്കേണ്ടതാണ്. ഒന്ന് ഭൗതിക ആവശ്യങ്ങൾക്ക് എതിരെയുള്ള നമ്മളുടെ നിലപാടും വിജയവുമാണ്. ഭൗതിക ആവശ്യങ്ങൾ വേണ്ടെന്നില്ല, എല്ലാത്തിനും ഒരു പ്രയോറിറ്റി ഉണ്ട്. എപ്പോഴും അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം വേണ്ടെന്നില്ല, അപ്പത്തിനേക്കാളും അപ്പുറത്ത് അപ്പം തന്ന ഉടയവനൊരു സ്ഥാനമുണ്ടാവണം, പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടാവണം. അത് എപ്പോഴോ നമ്മളിൽ ഇല്ലാതെ പോയി. പിന്നെ അടുത്തതാവട്ടെ ദൈവത്തെ പോലും പരീക്ഷിക്കാനുള്ള ധൈര്യമാണ്. ഒരു ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായിട്ടുള്ള ക്ഷണവും ശ്രമവും ഒക്കെ അത് തന്നെയാണ്. വേഗം പ്രശസ്തി നേടാനുള്ള ശ്രമവുമാവും. എന്തായാലും ദൈവത്തെ പരീക്ഷിക്കാതിരിക്കുക, കുറെ കൂടി വിവേകത്തോടും യുക്തിയോടും ജീവിക്കാനായിട്ട്. വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഓരോരുത്തരും, ബാധ്യതയുള്ളവരാണ്, ബാധ്യസ്ഥരാണ്. ഒടുവില് ഒരു പൈശാചിക ശക്തിയോട് നമ്മൾ പതിയെ ഒരു ഒത്തുതീർപ്പിലെത്തുകയാണ്. ആരെ ആരാധിച്ചാൽ എന്താണ്? എളുപ്പം ഫലം കിട്ടണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ശാന്തനും തണുപ്പനും ഒക്കെ ആയ ദൈവത്തെ വിട്ട് പിശാചിനെ ഒന്ന് ആരാധിച്ചാലോ, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ സകലതും നിന്റേതാവുമെന്നുള്ള ക്ഷണത്തെ കർത്താവ് മറികടക്കുന്നുണ്ട്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തീക്ഷ്ണമായ, അടിയുറച്ച, തീവ്രമായ വിശ്വാസമുണ്ട്. എല്ലാ തരത്തിലുമുള്ള, എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രലോഭനങ്ങളെ മറികടക്കാനായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് കുറെ കൂടി കൂട്ടുപിടിക്കാം. അവിടുത്തോട് നമുക്ക് ചേർന്നായിരിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.